ഗൗതം, ഇനി നമുക്ക് നെയ്യാറ്റിൻകരയിലെ ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുടെ അപ്ഡേറ്റ്സ് കൂടി ഒന്ന് ഒരുപാട് ദുരൂഹത നിറഞ്ഞൊരു സംഭവം, മറ്റൊരു സംഭവം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. റിമാൻഡിൽ കഴിയുന്ന അച്ഛൻ ഷിജിലിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വാർത്തയുടെ വിശദാംശങ്ങൾ ദിസ്ന സുരേഷ് നൽകും. ദിസ്ന, ഈ കുട്ടിയുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ പിതാവിന്റെ കുടുംബം പറയുന്നുണ്ട് അമ്മയെ അറിയാതെ ഒന്നും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ പോലും ഈ ഷിജിലിന്റെ പ്രകൃതം, പെരുമാറ്റം ഇതെല്ലാം തന്നെ വല്ലാത്ത ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഇത്? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന അതിദാരുണമായ സംഭവത്തിന് ശേഷമാണ് നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിലൊരു കുഞ്ഞിന് അതിദാരുണമായ ഒരു മരണം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഷിജിലിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ അടിവയറ്റിൽ ചവിട്ടിയാണ് മരണം സംഭവിച്ചത് എന്നൊരു പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. ആദ്യഘട്ടത്തിൽ കുഞ്ഞിന്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു എന്ന് പറഞ്ഞാണ് ഇവർ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. പിന്നീട് ഡോക്ടർക്ക് തോന്നിയ സംശയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം അത് തെളിഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഭർത്താവായ ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരുന്നത്. രണ്ടാമത്തെ വിവാഹമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച ചില സംശയങ്ങൾ ഈ ഷിജിലിനുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഷിജിൽ പോലീസിനോട് വ്യക്തമാക്കിയത്. ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ടായിരുന്നു. ഈ കൃഷ്ണപ്രിയ പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. അങ്ങനെ അവർ വീട് മാറി താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ ഇഹാന എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് രാഗി. പക്ഷേ ഈ പിതൃത്വത്തിൽ സംശയം ഉന്നയിക്കുന്നത് അത് ഇയാളുടെ ഒരു തന്ത്രമാണ് എന്നത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാരണം മറ്റു പല ബന്ധങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു. ഈ ബന്ധങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ വേണ്ടി കൃഷ്ണപ്രിയയെ ഒഴിവാക്കുക എന്നൊരു തന്ത്രം മെനയുന്നതിന്റെ ഭാഗമായി ഈ കുഞ്ഞിലേക്ക് എത്തുകയായിരുന്നു എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ രതിവൈകൃതമുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രതി എന്നത് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമേ എന്തുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കോ. പിതൃത്വത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിലൊരു തന്ത്രം മെനഞ്ഞുകൊണ്ട് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്തിന് എന്നത് തന്നെയാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ഈ ഷിജിലുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിന്റെ മാനസിക വൈകൃതങ്ങൾ, അതോടൊപ്പം തന്നെ മുൻപേ ഉള്ള കേസുകൾ എന്നതിനെയൊക്കെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. കസ്റ്റഡി ലഭിച്ചതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാകുക. രാഗി, എന്തായാലും വളരെ ദാരുണമായ ഒരു കുഞ്ഞിന്റെ മരണം. ഒരുപാട് ദമ്പതികളുണ്ടല്ലേ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചും ചികിത്സയും ഒക്കെയായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ്, അതും അതിക്രൂരമായ കൊലപാതകമാണ് എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ എത്ര സംഭവങ്ങളുണ്ട് രാജി. അതൊരു നെയ്യാറ്റിൻകരയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം, കുടുംബ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്.